നീണ്ടൊരു വേനൽക്കാലം കഴിഞ്ഞ് പ്രകൃതി വർഷത്തെ വരവേറ്റ ദിവസമായിരുന്നു അന്ന്. ജനാലയ്ക്കപ്പുറത്ത് ആദ്യത്തെ മഴ പെയ്തു. വലതുകൈ നെറ്റിയിൽ വെച്ച് ശ്രീഹരി കണ്ണടച്ച് കിടന്നു. ഇല്ല, ഉറക്കം വരുന്നില്ല. കുറച്ചു നാളായി സ്ലീപ്പിംഗ് പിൽസിൻ്റെ സഹായത്തോടെയായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. കഷ്ടകാലത്തിന് അതും കയ്യിലില്ല. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പിന്നെ സമയം പോകാൻ ഫേസ്ബുക്കിൽ വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. പുതിയ കഥ എന്തായി? ആരുടെയോ മെസ്സേജ് കണ്ടു. തുറന്നു നോക്കിയപ്പോൾ അവൻ്റെ സുഹൃത്തായ ഒരു വായനക്കാരനായിരുന്നു. കുറേ നാളായി കഥകളൊക്കെ എഴുതിയിട്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ എഴുത്തിൻ്റെ വഴിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉടനെ ഒറ്റ വാക്കിലവൻ മറുപടി കൊടുത്തു. എന്താ പുതിയ കഥയുടെ പേര്? അവനൊന്ന് ദീർഘനിശ്വാസമെടുത്തു. പിന്നെ മറുപടി കൊടുത്തു. പുതിയ കഥ താമസി. കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് ആകാശത്ത് ഇടിവെട്ടി. ചുറ്റിനും പരിചിതമില്ലാത്ത ശബ്ദങ്ങൾ. പുറത്തെവിടെയോ കാറ്റിൽ മരച്ചിലകൾ ഒടിഞ്ഞു വീഴുന്ന ശബ്ദം. അവൻ ഫോൺ ഓഫ് ചെയ്തിട്ട് കണ്ണുകളടച്ച് കട്ടിലിൽ കിടന്നു. അതെ, താൻ തേടി വന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ അവളുടെ കഥ തിരയേണ്ടതുണ്ട്. താമസിയുടെ കഥ. വെളുപ്പിന് തന്നെ ചിറ്റമ്മ വിളിച്ചു. നീ അനുവിന്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ പോവാമോ? നല്ല തണുപ്പ്. മൂടി പുതച്ച് കിടന്നുറങ്ങാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ചിറ്റമ്മ പറഞ്ഞതല്ലേ, പോയിട്ട് വരാം. ആ കുട്ടിക്ക് വേറെ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ലേ? അമ്പലത്തിൽ നിന്നും തിരിച്ചു നടക്കുന്ന വഴിയിൽ അവൻ അവളോട് ചോദിച്ചു. ഏത് കുട്ടിക്ക്? എടി, നീ ഇന്നലെ പറഞ്ഞില്ലേ ആ കുട്ടിക്ക്, താമസിക്ക്. അവളുടെ കാര്യമാണ് പറഞ്ഞത്. ഉണ്ടായിരുന്നു, പക്ഷേ അടുത്ത സുഹൃത്ത് ഞാനായിരുന്നു. ഞങ്ങൾ തൊട്ടടുത്താണല്ലോ താമസിച്ചത്. അല്ല, ഏട്ടൻ അത് ഇതുവരെ വിട്ടില്ലല്ലേ? അതല്ല, നിങ്ങളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ആ കുട്ടിയെക്കുറിച്ചൊന്ന് അറിയണം തോന്നി. ഏട്ടൻ എന്താ CBI ആവാൻ വല്ല പ്ലാനുണ്ടോ? എടി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഫേസ്ബുക്കിൽ പ്രേതകഥകൾ എഴുതുന്ന കാര്യം? അതിൽ പലതും നടന്ന സംഭവങ്ങളായിരുന്നു. ഒരു പുതിയ കഥക്കുള്ള വക കിട്ടുമെന്ന് കരുതിയ ഞാൻ. അവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. ഓ, അപ്പോൾ അതാണ് കാര്യം. എങ്കിൽ അവളെക്കുറിച്ച് ഞാൻ എനിക്കറിയാവുന്നത് പറഞ്ഞുതരാം. എന്താ അറിയണ്ടേന്ന് വെച്ചാൽ ചോദിച്ചോ. അവർ ക്ഷേത്രത്തിന്റെ പടവുകൾ ഇറങ്ങുമ്പോൾ കാഷായ വേഷം ധരിച്ച, ഒറ്റ നോട്ടത്തിൽ സന്യാസിയെന്ന് തോന്നിക്കുന്ന തേജസ്വിയായൊരു മനുഷ്യൻ അവരെ തന്നെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഉച്ചവയിൽ ചാഞ്ഞപ്പോൾ അവൻ ബാൽക്കണിയിൽ വന്നിരുന്നു. പേനയും അവൻ്റെ ഡയറിയും മേശയുടെ മുകളിൽ എടുത്തു വെച്ചു. എന്തെഴുതും? ആ ചിന്ത അവൻ്റെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞു. ഒന്ന് കണ്ണുകൾ ഇറുക്കിയടച്ച് പിന്നെ എഴുതി തുടങ്ങി. താമസി. നടുമുറ്റത്തെ തുളസിത്തറയിലെ നിറദീപം പോലൊരു പെൺകുട്ടി. എന്നും പുലർക്കാലത്ത് പട്ടുപാവാടയുടുത്ത് മുട്ടോളം എത്തുന്ന മുടിയിൽ നിറയെ മുല്ലപ്പൂ കൊരുത്തിട്ട് നെറ്റിയിൽ ചന്ദനക്കുറിയും ചുവന്ന ശിങ്കാറുപൊട്ടും തൊട്ട് മുറ്റത്ത് അരിമാവ് കൊണ്ട് കോലം വരയ്ക്കാൻ ഇറങ്ങുന്ന ആ തമിഴ് മലയാളി പെൺകുട്ടിയെ ഈ നാട്ടിൽ ആരും പെട്ടെന്ന് മറക്കാനിടയില്ല. അധികമൊന്നും അവളെ പുറത്തേക്ക് കാണാറുമില്ല. സ്വയം തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരുവൾ. നീണ്ട കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ അച്ഛനും അമ്മയ്ക്കും ദൈവം കനിഞ്ഞുകൊടുത്ത വരം. അവരുടെ വാത്സല്യനിധി. സംഗീതവും സാഹിത്യവും നൃത്തവും നെഞ്ചോട് ചേർത്തവൾ. ഒരു പുഞ്ചിരിയിലോ ഒരു വാക്കിലോ സന്തോഷവും സങ്കടവും പരിഭവവും ഒതുക്കുന്ന ഒരു പെൺകുട്ടി. ഇതൊക്കെയായിരുന്നു താമസി. വേലിപ്പടർപ്പിലെ പൂന്തോട്ടവും വീടിനരികിലെ കൊച്ചു കിളിക്കൂടും അവളുടെ നിറങ്ങളുള്ള മനസ്സിന്റെ തെളിവായിരുന്നു. ഒഴിവു സമയങ്ങളിൽ മനോരമ കഥകളും വൈകിട്ട് TV സീരിയലുമൊക്കെയായി നേരം തള്ളി നീക്കുന്ന കഥയില്ലാത്തവൾ. അതെ, ഇത് അവളുടെ കഥയാണ്. കഥയില്ലാത്തവളുടെ കഥ. അവൻ ഡയറി മടക്കി വെച്ചു. ഉള്ളിലെവിടെയോ ഒരു നേരിയ നോവ്. എന്തായിരിക്കും മരണത്തിലേക്ക് തള്ളിവിടാൻ മാത്രം ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ച കാരണം? ആകെ ഒരു കയ്പ്, ഒരു ഭയം. ആരോ കോണിപ്പടി കയറുന്ന ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. അനുവായിരുന്നു. ഏട്ടൻ എന്നോട് ചോദിച്ചില്ലേ താമസിയുടെ ഫോട്ടോ കയ്യിലുണ്ടോന്ന്? ഉവ്വ്, ചോദിച്ചു. കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച കോളേജിലെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അവൾ ആ ഫോട്ടോ ഹരിക്ക് നേരെ നീട്ടി. അവൻ ആ ഫോട്ടോ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കി. ഒറ്റ നോട്ടത്തിൽ ഒരു പാവം നാട്ടിൻപുറത്തുകാരി പെൺകുട്ടി. പക്ഷേ അതിലേക്ക് ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ അവനൊന്ന് ഞെട്ടി. അവളുടെ കണ്ണുകൾ. അന്ന് ഇരുട്ടത്ത് അവ്യക്തമായി കണ്ട മുഖം അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ചെങ്കനലിന്റെ നിറമുള്ള
കത്തുന്ന കണ്ണുകൾ, അഴിഞ്ഞൊളിഞ്ഞ മുടിയഴകൾ, ഉള്ളിൽ തോന്നിയ പരിഭ്രമം അവളുടെ മുന്നിൽ കാണിക്കാതിരിക്കാൻ അവൻ പാടുപെട്ടു. അനു തിരിച്ച് കോണിപ്പടികൾ ഇറങ്ങിയപ്പോൾ അവൻ ആ ഫോട്ടോ എടുത്ത് ഡയറിക്കുള്ളിൽ വെച്ചു. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് നോക്കി. പെട്ടെന്ന് ആ വീടിന്റെ കിളിവാതിലൂടെ ആരോ തന്നെ നോക്കുന്നതായി അവന് തോന്നി. സമയം ഏകദേശം സന്ധ്യ കഴിഞ്ഞിരുന്നു. അവിടെ എല്ലാവരും വിവാഹത്തിന്റെ തിരക്കിലാണ്. മടുപ്പ് തോന്നിയിട്ടാണ് അവൻ പുറത്തേക്കിറങ്ങിയത്. മാനത്ത് നേരിയ മഴക്കാറുണ്ട്. അവൻ ആ ചെറിയുടെ അരികിൽ നിന്നു. കുറച്ചു മുൻപത്തെ നടുക്കം അവനിൽ നിന്നും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. വിറയ്ക്കുന്ന കാലടികളോടെ അവൻ ആ പടവുകൾ ഇറങ്ങി. വെള്ളത്തിന് കലങ്ങിയ കരിനീല നിറമായിരുന്നു. ഈ പടവുകളിൽ ഒരുപക്ഷെ അവളുടെ കണ്ണീർ വീണിരിക്കാം. ഓളങ്ങൾക്ക് ജീവനുണ്ടായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു അവളുടെ കഥ എന്തായിരുന്നുവെന്ന്. പെട്ടെന്ന് അന്തരീക്ഷം തണുക്കുന്നത് പോലെ തോന്നി. ആരോ അടുത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല, ആര് വരാൻ? ഇനി വരാനുണ്ടെങ്കിൽ അത് അവളേ ഉള്ളൂ, ആ കഥയില്ലാത്തവൾ. അവൻ വെള്ളത്തിലേക്ക് നോക്കി. അതിൽ അവനൊപ്പം മറ്റാരുടെയോ പ്രതിബിംബം. അവന്റെ ശ്വാസം നിന്ന പോലെ തോന്നിയവന് ആരോ തന്റെ പിന്നിൽ നിൽക്കുന്നത് അവനിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. ആരുടെയോ ശ്വാസത്തിന്റെ ചൂട് അവന്റെ കഴുത്തിൽ തട്ടി. അവൻ അനങ്ങാതെ നിന്നു. പിന്നെ സർവശക്തിയുമെടുത്ത് തിരിഞ്ഞു നോക്കി. ഇല്ല, ആരെയും കണ്ടില്ല. പക്ഷേ കൽപ്പടവിൽ ആരുടെയോ നനഞ്ഞ കാൽപ്പാടുകൾ കാണാം. കുറച്ചകലെ കരിയിലെ ഞെരിയുന്ന ശബ്ദം കേട്ടു. അവൻ ആ പടവുകൾ കയറി മുകളിലെത്തി. ചുറ്റിനും നോക്കി. കാറ്റിന് പൂത്ത ചെമ്പകത്തിന്റെ ഗന്ധം. അവന്റെ അടുത്ത് നിന്ന് കുറച്ചു മാറി ഒരു മരത്തിന്റെ അരികിലായി പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് ഒരു പെൺകുട്ടി. കാപ്പിപ്പൊടി നിറത്തിലുള്ള പാവാടയും ബ്ലൗസുമായിരുന്നു വേഷം. അഴിഞ്ഞു കിടക്കുന്ന അവളുടെ മുടിയിൽ ചെമ്പകപ്പൂക്കൾ കുരുങ്ങിക്കിടക്കുന്നു. പെട്ടെന്ന് അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആരാ നീ? അവൻ അവളോട് ചോദിച്ചു. അവൾ വീണ്ടും തിരിഞ്ഞ് മുന്നോട്ട് നടന്നു. അവൻ അവൾക്ക് പിന്നാലെ നടന്നു. എവിടേക്കെന്നോ എന്തിനെന്നോ അറിയാതെ അവൾ നടപ്പിന് വേഗത കൂട്ടി. ഇടയ്ക്ക് അവൾ കണ്ണെത്താ ദൂരത്തു നിന്നും എങ്ങോട്ടോ മറഞ്ഞു. അവളുടെ കൊലുസിന്റെ കുലുക്കം മാത്രം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ആ കൊലുസിന്റെ ശബ്ദത്തെ പിന്തുടർന്നു. ആകാശം കലങ്ങി മറിഞ്ഞു. ചെറിയൊരു ചാറ്റൽ മഴ പെയ്തു. മഴ നനഞ്ഞ് അവൾക്ക് പിന്നാലെ അവൻ നടന്നെത്തിയത് അവളുടെ ആ പഴയ വീട്ടിലേക്കായിരുന്നു. അവൻ ആകെ ഒന്ന് പകച്ചു നോക്കി. അന്തരീക്ഷം കറുത്തു തുടങ്ങി. പെട്ടെന്ന് അവളൊന്ന് നിന്നിട്ട് ആ വീടിന്റെ ഇറയത്തേക്ക് കയറി. അവന്റെ ചങ്ക് പടപടായി ഇടിച്ചു തുടങ്ങി. ഇതുവരെ ഇല്ലാത്തൊരു ഭയം ഉള്ളിൽ വന്ന് മൂടി. അവൾക്ക് മുന്നിൽ ആ അടച്ചിട്ടിരിക്കുന്ന വാതിൽ മലർക്കെ തുറന്നു. അവൾ അതിനകത്തേക്ക് കയറി. പൊടുന്നനെ വാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. നെറ്റിയിൽ പൊടിഞ്ഞു നിന്ന വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് അവൻ ആ വാതിലിലേക്ക് നോക്കി. ഉത്തരത്തിൽ തൂക്കിയിട്ടിരുന്ന വിളക്കിൽ തിരി തെളിഞ്ഞു കത്തി. അവന് കയറാൻ എന്ന പോലെ വാതിൽ ഒരിക്കൽ കൂടി തുറന്നു. അവൻ ഭയത്തോടെ അകത്തേക്ക് നോക്കി. നടുമുറിയിൽ കരിനീലിച്ച് കിടക്കുന്ന അവളുടെ കാൽപ്പാടുകൾ കാണാം. അവനൊന്നും മടിച്ചു നിന്നു. പിന്നെ സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് അവൻ നടപ്പടിയിലേക്ക് കാലെടുത്തു വെച്ചു. ശ്രീകുട്ട! പിന്നിൽ നിന്ന് ആ വിളി കേട്ടതും ആ വാതിലടഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഉത്തരത്തിൽ തൂക്കിയിട്ടിരുന്ന വിളക്ക് കേട്ടു. അവൻ തിരിഞ്ഞു നോക്കി. ചെറിയച്ചനായിരുന്നു. ഒപ്പം ജിത്തുവുമുണ്ട്. ടോർച്ചിന്റെ വെളിച്ചം മുഖത്ത് തട്ടി. നീ എന്താ ഇവിടെ? ചോദ്യത്തിൽ നീരസമുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇവിടം വരെ. നടക്ക്, അവിടെ എല്ലാവരും നിന്നെ തിരക്കുന്നുണ്ട്. ചെറിയച്ചൻ ടോർച്ചും പിടിച്ച് മുന്നിൽ നടന്നു. പകുതി വഴി എത്തിയപ്പോൾ അയാൾ അവനോട് പറഞ്ഞു, നിന്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നടന്നൊക്കെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ആരോടും പറയാതെ രാത്രി പുറത്തിറങ്ങിയുള്ള ഈ നടപ്പ് വേണ്ട. രാവിലെ നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ട് എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ. അവൻ സമ്മതം മൂളി അവർക്കൊപ്പം മുന്നോട്ട് നടന്നു. പാതി തുറന്നിട്ട ജനാലയ്ക്കപ്പുറത്ത് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് പെരുമഴ ആർത്തലിച്ച് പെയ്തിരുന്നു. എന്തോ ചിന്തിച്ചുകൊണ്ട് ശ്രീഹരി ജനാലക്കരിയിൽ നിന്നു. മനസ്സിൽ ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ അപ്പോഴും പെയ്യാൻ ബാക്കി നിന്നു. ആരായിരുന്നു കുറച്ചു മുൻപ് താൻ കണ്ട ആ പെൺകുട്ടി? എന്തായിരിക്കും അവളുടെ ഉദ്ദേശം? പെട്ടെന്നാണ് അവൻ പകുതി എഴുതിവെച്ച കഥയുടെ കാര്യം ഓർമ്മ വന്നത്. മേശപ്പുറത്തിരുന്ന ഡയറി എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അവൻ എഴുതിവെച്ച താളുകളിൽ നിറയെ രക്തത്തുള്ളികൾ. അവൻ അവളുടെ ഫോട്ടോയും എടുത്തു നോക്കി. അതിലും ചോരപ്പാടുകൾ ഉണങ്ങിക്കിടക്കുന്നു. ഭയം കൊണ്ട് അവന്റെ കയ്യിൽ നിന്നും ഡയറി നിലത്തേക്ക് വീണു. നിലത്ത് കിടന്ന ഡയറിയുടെ താളുകൾ തനിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുകൊണ്ടിരുന്നു. അവൻ ഭയത്തോടെ കട്ടിലിരുന്നു. അല്പം കഴിഞ്ഞപ്പോഴേക്കും അന്തരീക്ഷം ശാന്തമായി. മഴമയങ്ങൾ നീങ്ങി. ആകാശത്ത് നിലവ് തെളിഞ്ഞു വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് ജനാലക്കരിയിൽ ചെന്ന് നിന്നു. തുറന്നിട്ട ജനാലയിലൂടെ അവൻ ആ വീട്ടിലേക്ക് നോക്കി. വീടിന്റെ വരാന്തയിൽ തൂണിൽ ചാരിയവൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടിലും അവനത് വ്യക്തമായി കണ്ടു.
അവൾ തലചരിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുന്നു. അവൾ പതിയെ നടന്ന് മുറ്റത്ത് തുളസിത്തറക്കരിയിൽ വന്നു നിന്നു. അവളുടെ അഴിച്ചിട്ട മുടികൾ കാറ്റിൽ പാറിപ്പറന്നു. അവളുടെ ആ ജ്വലിപ്പിക്കുന്ന നോട്ടം വീണ്ടും അവന്റെ കണ്ണിൽ വന്നു തറച്ചു. അവൻ ഒച്ചയുണ്ടാക്കാതെ വാതിൽ തുറന്നു. പതുക്കെ കോണിപ്പടികൾ ഇറങ്ങി അവൻ പുറത്തേക്ക് വന്നു. ആ വീടിന്റെ മുറ്റത്ത് അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവിടേക്ക് നടന്നു. അവളുടെ തൊട്ടരികിൽ എത്താറായപ്പോഴേക്കും അവൾ മുന്നോട്ട് നടന്നു. അവളുടെ പാദസരത്തിന്റെ കിലുക്കം അലകളായി അവന്റെ കാതിൽ വന്ന് പതിച്ചു. അവൻ അവളുടെ പിന്നാലെ നടന്നു. വീടിനു പിന്നിലെ തോട്ടവും കടന്ന് അവളുടെ നിഴലൂപം മുന്നോട്ട് പോയി. ഇടയ്ക്കെപ്പോഴോ അവൻ നിന്ന് മുട്ടിൽ കൈവച്ച് കിതച്ചുകൊണ്ട് ചുറ്റിനും നോക്കി. വിജനമായ ഇടം, ചുറ്റിനും ഇടതുറന്ന മരങ്ങളും വള്ളിപ്പടർപ്പുകളും. അവന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഭയം നിഴലിച്ചു. അവൾ അപ്പോഴേക്കും അവന്റെ കണ്ണെത്താ ദൂരത്തേക്ക് അകന്നുപോയിരുന്നു. ഇനി എങ്ങോട്ടെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ കുറച്ചകലെ ഒരു വെളിച്ചം കണ്ടു. അവൻ അങ്ങോട്ടേക്ക് നടന്നു. നടന്നു കയറിയത് ഒരു പഴയ കാവിലേക്കായിരുന്നു. അവൻ ചുറ്റിനും അത്ഭുതത്തോടെ നോക്കി. നിലാവിന്റെ നീല വെളിച്ചം അവിടെയാകെ പരന്നിരുന്നു. അങ്ങിങ്ങായി പൂത്തു നിൽക്കുന്ന ചെമ്പകമരം, ചെമ്പകപ്പൂക്കൾ നിലത്ത് വീണ് ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അവിടെയാകെ പൂത്ത ചെമ്പകത്തിന്റെ ഗന്ധം. കാട് പിടിച്ച് വളർന്നു നിന്നിരുന്ന മരങ്ങൾക്കും കാട്ടുവള്ളികൾക്കും നടുവിലായി ഒരു നാഗശില. അതിന് താഴെ മഞ്ഞളും കുങ്കുമവും കലങ്ങിക്കിടക്കുന്നു. പെട്ടെന്ന് കാറ്റിൽ മരം പെയ്തപ്പോൾ അവൻ അടിമുടി നനഞ്ഞു. പക്ഷേ അവളെ മാത്രം അവിടെ കണ്ടില്ല. നാഗത്തറയിലേക്ക് നോക്കി അവൻ കണ്ടത് നാഗശിലയിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു സർപ്പത്തെയാണ്. പെട്ടെന്ന് വീശിയ തണുത്ത കാറ്റിൽ വള്ളിച്ചെടികൾ വിറച്ചു. വീണ്ടും അവന്റെ കാതിൽ ആരുടെയോ നിശ്വാസം പതിച്ചു. ആരോ കിതക്കുന്ന ശബ്ദം. ഈറൻ അണിഞ്ഞു നിൽക്കുന്ന ചെമ്പകമരങ്ങളിൽ നിന്ന് മഴത്തുള്ളികൾ ഇറ്റിറ്റ് വീണു. അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ശ്രീഹരി! പിന്നിൽ നിന്നൊരു വിളി കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ അവന്റെ കണ്ണുകളെ അവന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന് നേരെ മുന്നിൽ ആ പെൺകുട്ടി നിൽക്കുന്നു. അവളുടെ കണ്ണുകൾ ചെങ്കനൽ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ചുവന്ന വേരുകൾ അവളുടെ കണ്ണുകൾ തെളിഞ്ഞു കണ്ടു. അവളുടെ മുടിയിഴകളിൽ അപ്പോഴും ചെമ്പകപ്പൂക്കൾ കുരുങ്ങിക്കിടന്നു. അവന്റെ നെഞ്ചിൽ ഒരു ഇടിമുഴക്കമുണ്ടായി. ഭയമോ ആകാംക്ഷയോ അത്ഭുതമോ എന്നറിയാത്ത എന്തോ ഒന്ന് അവനെ ചൂഴ്ന്നുകൊണ്ടിരുന്നു. ഇളം കാറ്റിൽ ഉടലാകെ കോരിത്തെരിച്ചു. അവൾ സുന്ദരിയായിരുന്നു. പക്ഷേ അവളുടെ മുഖത്ത് നോക്കാൻ അവന് ധൈര്യം വന്നില്ല. അവൻ ബോധം നശിച്ച പോലെ അവിടെ നിന്നു. അവൾ നടന്ന് അവൻ അടുത്തേക്ക് വന്നു. എനിക്കറിയാമായിരുന്നു നീ എന്നെ തേടി വരുമെന്ന്. നീ ആരാ? അവന്റെ ഇടറിയ ശബ്ദം പുറത്തേക്ക് വന്നു. താമസേ. അവൻ തിരിഞ്ഞോടാൻ എന്നോണം കാലടികൾ പിന്നോട്ട് വെച്ചു. പോയിക്കോളൂ, പക്ഷേ നിനക്കെന്നിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. നീ അറിയാത്തൊരു സത്യമുണ്ട്. നിന്നെ ഈ നാട്ടിലെത്തിച്ചതും അവിടെ നിന്ന് ഇവിടെ എൻ്റെ തൊട്ടടുത്തെത്തിച്ചതും ഞാൻ തന്നെയാണ്. അവന്റെ ഹൃദയം നിന്നുപോയി. എന്താ നിന്റെ ഉദ്ദേശം? മരണം. അവൾ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി. ജീവിച്ചിരിക്കുന്നവർക്ക് ആയുധം കൊണ്ട് പ്രതികാരം ചെയ്യാൻ കഴിയൂ. പക്ഷേ മരിച്ചവരുടെ ആയുധം ജീവിച്ചിരിക്കുന്നവരാണ്. എന്നെയാണോ നിനക്ക് വേണ്ടത്? അല്ല, നിന്നിലൂടെ എനിക്ക് മറ്റു പലരെയുമാണ് വേണ്ടത്. നിന്റെ പ്രിയപ്പെട്ടവരെ. ഇല്ല, നിന്റെ പ്രതികാരത്തിന് ഞാനൊരിക്കലും കൂട്ടുനിൽക്കില്ല. എനിക്ക് വേണ്ടപ്പെട്ടവരെ ഇല്ലാതാക്കാൻ നിനക്ക് കഴിയില്ല. അവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി പൊട്ടിച്ചിതറിയ മുത്തുപോലെ അവിടെയാകെ ചിന്നിച്ചിതറി. അവൾ കുറച്ചുകൂടി അവനടുത്തേക്ക് നീങ്ങി നിന്നു. അന്ന് നീ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണത് ഓർക്കുന്നുണ്ടോ? അന്ന് നിന്നെ ഭയപ്പെടുത്തിയത് ഞാനാണ്. അറിയാം. അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന് മുതൽ ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. നിന്റെ ഓരോ ചെയ്തികളിലും നിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും, എന്തിന് നിന്റെ ചിന്തകളെപ്പോലും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഞാനാണ്. ഇപ്പോഴും നിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ്. അവൻ്റെ കാൽപാദങ്ങൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിൽക്കാൻ കഴിയാതെ അവൻ പിന്നോട്ടാഞ്ഞു. കാൽ വഴുതി അവൻ ചെമ്പകപ്പൂക്കൾ വീണ് കിടക്കുന്ന മണ്ണിലേക്ക് വീണു. നിലത്ത് കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. അവൾ ചുറ്റുമൊന്ന് തറപ്പിച്ചു നോക്കി. അവളുടെ നോട്ടത്തിൽ ചുറ്റും നിന്ന കാട്ടുവള്ളികൾ സർപ്പം പോലെ ഇഴഞ്ഞു വന്ന് അവൻ്റെ കൈകളും കാലുകളും കെട്ടിയിട്ടു. അവൻ അനങ്ങാൻ കഴിയാതെ മുഖമുയർത്തി അവളെയൊന്ന് നോക്കി. അവൾ അവനെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് പറന്നു വീണുകൊണ്ടിരുന്നു. അവളുടെ കണ്ണിലെ തീഷ്ണത നേരിടാനാവാതെ അവൻ കണ്ണുകളടച്ചു. ആരോ തട്ടി വിളിച്ചപ്പോഴാണ് അവൻ എണീറ്റത്. കണ്ണു തുറന്നപ്പോൾ ചിറ്റമ്മയായിരുന്നു. അവൻ ഞെട്ടി എഴുന്നേറ്റു. ശ്രീകുട്ട, നീ എന്താ വരാന്തയിൽ വന്ന് കിടന്നത്? അവൻ ഞെട്ടിപ്പൊടിഞ്ഞ് എഴുന്നേറ്റു. പെട്ടെന്ന്
മുത്തശ്ശിയും മനുവും അവിടേക്ക് വന്നു. അവൻ വിറങ്ങലിച്ച് ആ വരാന്തയിലിരുന്നു. അവന്റെ ദേഹമാകെ തണുത്തു മരവിച്ച അവസ്ഥയായിരുന്നു. അപ്പോഴാണ് ജിത്തു ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നത്. ഇവൻ ഇപ്പോഴുണ്ടോ ഈ ശീലം? അവർ ആകാംക്ഷയോടെ ജിത്തുവിനെ നോക്കി. എന്ത് ശീലം? അനുവായിരുന്നു ചോദിച്ചത്. ഉറക്കത്തിൽ എഴുന്നേറ്റിടക്കുന്ന ശീലം. ഹോസ്റ്റലിൽ വെച്ച് ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. അവർ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. തല വഴി തണുത്ത വെള്ളം ഒഴിച്ചപ്പോഴാണ് അവന് ബോധം തിരിച്ചു കിട്ടിയത്. കുളി കഴിഞ്ഞ് കോണിപ്പടി ഇറങ്ങി നടുമുറി വന്നപ്പോ അനാമിക അടുത്തേക്ക് ഓടി വന്നു. ശ്രീയേട്ടാ, ഒന്നിങ്ങോട്ട് വാ. എന്താടി? ഒന്നിങ്ങോട്ട് വന്നേ. അവൾ അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്ത് വരാന്തയിലേക്ക് കൊണ്ടുപോയി. അവിടെ സിറ്റ് ഔട്ടിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത് കണ്ടു. ശ്രീയേട്ടാ, ഇതാണ് ശരത്തേട്ടൻ. ഇതാണ് ഞാൻ പറയാറുള്ള ശ്രീയേട്ടൻ. അവൾ തന്റെ പ്രതിശ്രുത വരനെ ശ്രീഹരിക്ക് പരിചയപ്പെടുത്തി. അറിയാം, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, കഥകളൊക്കെ എഴുതും അല്ലേ? ഹരി അയാളോട് കുറെ നേരം സംസാരിച്ചു. പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി, നല്ല ചെറുപ്പക്കാരൻ, കുറ്റം പറയാനില്ലാത്ത പെരുമാറ്റം, ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന പ്രകൃതം, അനുവിന് ചേരുന്ന ആളാണെന്ന് അവന് മനസ്സിൽ തോന്നി. വെയിലൊന്ന് ചാഞ്ഞപ്പോൾ അവർ 3 പേരും ഒന്നിച്ച് നടക്കാനിറങ്ങി. ക്ഷേത്രക്കുളത്തിന്റെ കൽപ്പടവിലിരുന്നുകൊണ്ട് പഴയ കഥകൾ പറഞ്ഞു. കമിതാക്കളോടൊപ്പം ഇരിക്കുമ്പോഴുള്ള മടുപ്പ് അറിയാവുന്നതുകൊണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അല്പം മാറിയിരുന്നു. ഒറ്റയ്ക്കിരുന്നപ്പോൾ അവന്റെ മനസ്സ് ചിന്തകൾ കൊണ്ട് വാചാലമായി. ഉള്ളിൽ കിടന്ന് പുകയുന്ന അനേകം ചോദ്യങ്ങൾ കെട്ടഴിച്ചു. ഒറ്റയ്ക്കായോ? പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സന്യാസി എന്ന് തോന്നിക്കുന്ന ഒരാൾ. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു തേജസ് ഉണ്ടായിരുന്നു. എവിടെയോ കണ്ട പരിചയവും. ആരാ? മനസ്സിലായില്ലല്ലോ. ഈ ലോകത്ത് ആർക്കാരെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഹരി ഒന്ന് ചിരിച്ചു. അയാളും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇയാൾക്ക്, അല്ലേ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? മനസ്സിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഒരല്പനേരത്തെ മൗനത്തിന് ശേഷം അയാൾ തുടർന്നു. തൻ്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നു ഒരസ്വസ്ഥയായ ആത്മാവിൻ്റെ സാന്നിധ്യം. അവനൊന്ന് ഞെട്ടി. സൂക്ഷിക്കണം, അവൾ അപകടകാരിയാണ്. നീയല്ല, നിന്നിലൂടെ മറ്റാരെയോ ആണ് ലക്ഷ്യം. അത് നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ സംഹാരരുദ്രയാവും, കുലം മുടിക്കും. ഇനി എന്താ ഇതിനൊരു വഴി? അവൻ ചോദിച്ചു. ഇപ്പോ അവളുടെ മാർഗം തടസ്സപ്പെടുത്താതിരിക്കുക. ആദ്യം അവളുടെ ഇര ആരാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് അയാൾ വാക്കുകൾ മുഴുമിപ്പിച്ചില്ല. തൻ്റെ തോൾസഞ്ചിയിൽ നിന്നും ഒരു ചരടെടുത്തു. അതിൽ കുറെ ഏലസുകളും മുത്തുകളും. ഇത് വെച്ചോളൂ, പഞ്ചഭൂതങ്ങളെ ആവാഹിച്ച രക്ഷയാണ്. ആർക്കാണോ അപകടമുണ്ടാവാൻ പോകുന്നത് ഇത് അയാളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണം. ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുതെന്ന് പറയണം. ഭയപ്പെടണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്ന മൂർത്തികൾ നിങ്ങൾക്ക് കാവലുണ്ടാവും. അവൻ ഒരു നിമിഷം അയാളെ തൊഴുതു. വേണ്ട, തൊഴുകാൻ ഞാൻ ഈശ്വരനല്ലല്ലോ. നിങ്ങൾ ആരാണ്? അയാളൊന്ന് ചിരിച്ചു. ചില കർമ്മങ്ങൾ ചെയ്യാൻ കാലം ചുമതലപ്പെടുത്തിയ ഒരാൾ. അത് പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. ഹരി അയാളെ തന്നെ നോക്കി നിന്നു. ആ രക്ഷ അവന്റെ കയ്യിൽ കിടന്ന് വിറച്ചു. ഹരി കൽപ്പടവുകളിലേക്ക് നോക്കി വെറുതെ നിന്നു. മനസ്സിൽ 1000 ചോദ്യങ്ങളായിരുന്നു. ആരാണ് അയാൾ? കാലം എന്തിനയാളെ തന്റെ മുന്നിലെത്തിച്ചു? എവിടെയും എത്തിപ്പെടാത്ത ചിന്തകളുമായി നിൽക്കുമ്പോഴാണ് അനുവും ശരത്തും കയറി വന്നത്. ആരാ ശ്രീയേട്ടാ അത്? ആവോ, അറിയില്ല. ഏതോ സന്യാസിയാണെന്ന് തോന്നുന്നു. അയാള് തന്നതാ ഈ രക്ഷ. അയാൾ എന്താ പറഞ്ഞത്? എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, ഓരോ ആൾദൈവങ്ങള്. ശരത്തായിരുന്നു മറുപടി പറഞ്ഞത്. ഹരി ഒന്ന് ചിരിച്ചു. പിന്നെ മുന്നോട്ട് നടന്നു. ശ്രീഹരിയോടും മറ്റുള്ളവരോടും യാത്ര പറഞ്ഞ് ശരത്ത് പോയി കഴിഞ്ഞപ്പോൾ ഹരി പുറത്ത് മച്ചിലേക്കുള്ള കോണിപ്പടിയിൽ ഒറ്റയ്ക്കിരുന്നു. മനസ്സിലൊരു ഭാരം കയറ്റി വെച്ചതുപോലെ. അനുവും ശരത്തും തന്നെ മറന്നുപോയ പലതും ഓർമ്മിപ്പിക്കുന്നത് പോലെ. ഉമ, 7 വർഷം മനസ്സിൽ കൊണ്ടു നടന്നവൾ ഇന്ന് അവൾ തന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ട് 3 വർഷം തികയുന്നു. എങ്കിലും ഇപ്പോഴും കണ്ടു മറന്നത് പലതും വീണ്ടും കൺമുന്നിൽ കാണുമ്പോൾ ഒരിക്കലും ഒരു മോചനമില്ലാത്ത ഒഴിയാബാധ പോലെ ഭൂതകാലം തന്നെ വേട്ടയാടുന്നുണ്ട്. പക്ഷേ ആ ഓർമ്മകൾക്ക് ഒരു സുഖമുണ്ട്. ജീവിച്ച് മരിക്കുകയും മരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പോലെ ഒരു സുഖം. അവൻ എഴുന്നേറ്റ് നടുമുറിയിലേക്ക് നടന്നു. അവിടെ ചിറ്റമ്മ അവനും ജിത്തുവിനുമുള്ള ചായ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ചായയും എടുത്തുകൊണ്ട് വരാന്തയിലേക്ക് പോയി. ഫേസ്ബുക്കിലൂടെയാണ് ശരത്തും മനുവും തമ്മിൽ പരിചയപ്പെടുന്നത്. 1.5 വർഷം പരസ്പരം കാണാതെ പ്രണയിച്ചു. പിന്നീട് കണ്ടുമുട്ടി. ഒടുവിൽ വിവാഹം വരെ എത്തി. അത്ഭുതത്തോടെയാണ് അവൻ ആ പ്രണയകഥ കേട്ടിരുന്നത്. ഫേസ്ബുക്കിലെ ബന്ധങ്ങൾക്ക് വെറും നിമിഷങ്ങളുടെ മാത്രം ആയുസുള്ള ഈ കാലത്ത് അനേകം പേർ ചതിക്കപ്പെടുന്ന
ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത അതേ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് രണ്ടിണപ്രാവുകൾ അവരുടെ ഹൃദയം കൈമാറിയത്. അന്ന് രാത്രി അവൻ ഡയറിയിൽ കുറിച്ചിട്ടു, ഇന്ന് ഞാൻ അവളെ കണ്ടു. പകയടങ്ങാത്ത കണ്ണുകളും കലിയൊടുങ്ങാത്ത മനസ്സുമായി അവൾ എൻ്റെ മുന്നിൽ. ആരുടെ ഇടനെഞ്ച് കീറിമുറിച്ച് രക്തം കുടിച്ചാണ് ഇനി അവളുടെ സംഹാര താണ്ഡവം. ഡയറി അടച്ചുവെച്ച് അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി താമസിയുടെ വീട്ടിലേക്ക്. അവന്റെ ഓരോ ചിന്തകളിലും ആ വീടാണ് ആദ്യം അവന്റെ മനസ്സിലേക്ക് കടന്നു വരിക. ആ വീടിനകത്തു നിന്ന് ആരോ തന്നെ ഇമവെട്ടാതെ നോക്കുന്നത് പോലെ അന്ന് അവൾ തന്നെ ക്ഷണിച്ചുകൊണ്ട് പോയതും അതേ വീട്ടിലേക്ക് തന്നെ. അവന്റെ സംശയം ഒന്നുകൂടി അവൻ ഊട്ടി ഉറപ്പിച്ചു. ആ വീട്ടിൽ എന്തോ ഉണ്ട്. അവൻ തേടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി തരുന്ന എന്തോ ആ വീടിനുള്ളിൽ ഉള്ളതുപോലെ ഒരു തോന്നൽ. പെട്ടെന്ന് താഴെ നിന്ന് ആരുടെയോ ഉറക്കെയുള്ള നിലവിളി കേട്ടാണ് അവൻ ചിന്തകളിൽ നിന്നും എഴുന്നേറ്റത്. ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി അത് അനുവായിരിക്കുമെന്ന്. അവൻ വേഗം എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങിച്ചെന്നു. ശബ്ദം കേട്ട് ജിത്തുവും അവിടെ എത്തിയിരുന്നു. അവിടെ കോണിപ്പടിക്ക് താഴെയായി ബോധമറ്റ് കിടക്കുകയായിരുന്നു അനാമിക. അവരോടിച്ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കുറെ കുലുക്കി വിളിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. അവളാകെ വിളറിയിരുന്നു. എന്തോ കണ്ട് പേടിച്ചതുപോലെ. ചിറ്റമ്മയും ചെറിയച്ചനും അവളോട് കാര്യം തിരക്കി. എന്താ പറ്റിയത്? ശ്രീഹരി അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവളോട് ചോദിച്ചു. അവൾ കിതച്ചുകൊണ്ട് ആ കോണിപ്പടിക്ക് മുകളിലേക്ക് കൈ ചൂണ്ടി. ശ്രീയേട്ടാ, അവിടെ ഞാൻ ആരെയോ കണ്ടു. രാത്രി വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാ. പെട്ടെന്ന് ചെറിയച്ചൻ കോണിപ്പടിക്ക് മുകളിലേക്ക് ടോർച്ചടിച്ച് നോക്കി. ഇവിടെ ആരെയും കണ്ടില്ലല്ലോ. നിനക്ക് ചുമ്മാ തോന്നിയതായിരിക്കും. പോയി കിടന്നുറങ്ങാൻ നോക്ക്. അവരകത്തേക്ക് പോയി. ഹരി ആ കോണിപ്പടിക്ക് മുകളിലേക്ക് നോക്കി. മുകളിലെ ഇടനാഴിയിൽ നിലാവിന്റെ നേരിയ വെളിച്ചത്തിൽ അവൻ അത് കണ്ടു. രൂപമില്ലാത്ത ഒരു നിഴല് ചലിക്കുന്നത്. അവൻ മുകളിലേക്ക് കയറി ചുറ്റും നോക്കി. പക്ഷേ ഒന്നും കണ്ടില്ല. അസ്വസ്ഥത തോന്നും വിധം കാറ്റ് വീശിക്കൊണ്ടിരുന്നു. അവൻ പുറത്തേക്ക് നോക്കി. വീടിന് പുറകുവശത്തെ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ഓടി മറയുന്ന ഒരു സ്ത്രീരൂപം. അവൾ ഇടയ്ക്ക് അവനെ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ അവൻ വ്യക്തമായി കണ്ടു ജ്വലിക്കുന്ന അവളുടെ കണ്ണുകൾ. അവൻ താഴേക്കിറങ്ങി. അവിടെ വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു അനു. അവൻ അവളുടെ തോളത്ത് തട്ടിയപ്പോ അവൾ ഞെട്ടി. ഇവിടെ ഒന്നുമില്ലടി, നിനക്ക് തോന്നിയതായിരിക്കും. ഇല്ല ശ്രീയേട്ടാ, ഞാൻ ശരിക്കും കണ്ടതാ. അവൻ അവളോട് സാവധാനത്തിൽ ചോദിച്ചു, നീ ആരെയാ കണ്ടത്? അവൾ കോണിപ്പടിയിലേക്കുള്ള നോട്ടം മാറ്റാതെ കൃഷ്ണമണി ചലിപ്പിക്കാതെ പതുക്കെ പറഞ്ഞു, ഞാൻ കണ്ടത് അവളെയാണ്, താമസിയെ. അവൾ ഇവിടെ ഉണ്ട്. അവനൊന്ന് ഞെട്ടി. നിനക്ക് തോന്നിയതാവും. ചുമ്മാ അവരൊന്ന് ചിന്തിച്ചു കൂട്ടാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ശ്രീയേട്ടാ, ഞാനിത് മറ്റാരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. ശ്രീയേട്ടനെങ്കിലും വിശ്വസിക്കുമെന്ന് കരുതി. ഇപ്പം മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ നമുക്ക് എന്താന്ന് വെച്ചാൽ സംസാരിക്കാം. അവള് പോയി കഴിഞ്ഞപ്പോൾ അവൻ ആ കോണിപ്പടിക്ക് മുകളിലേക്ക് നോക്കി. പിന്നെ എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ അവൻ മുറിയിലേക്ക് നടന്നു.